നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 10-നകം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കപ്പലപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും KC വേണുഗോപാൽ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ കാറ്റടിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA. നിലമ്പൂരിൽ UDFന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്നും ചെന്നിത്തല. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് ദുരിതം തുടരുന്നു. കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ 10,000-കണക്കിന് ജനങ്ങൾ ദുരിതക്കയത്തിൽ. CPI സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഓർമ്മമരം നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഓർമ്മമരം നട്ടു. വയലാറിലെ CK ചന്ദ്രപ്പന്റെ വീട്ടിൽ കൃഷിമന്ത്രി P പ്രസാദാണ് ഓർമ്മമരം നട്ടത്. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം കേരളത്തിൽ മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിച്ചതായി മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VM സുധീരൻ. മദ്യം തലമുറയെ കാർന്നു തിന്നുമ്പോഴും ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും സുധീരൻ. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. ആലപ്പുഴ കലവൂരിൽ നടക്കുന്ന സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ജൂൺ 10-നകം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി നടത്തിയിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി 1-ാം ക്ലാസ്സിലെ കുട്ടികളെ സ്വാഗതം ചെയ്യും. 9:30 പ്രവേശനോത്സവ ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം വേദിയിൽ നടക്കും. കൊട്ടാരക്കര താമരക്കുടി SVVHS വിദ്യാർത്ഥിനിയായ ഭദ്രഹരി എഴുതി പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ അൽഫോൻസ് ജോസഫ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് പ്രവേശനോത്സവ ഗാനം. പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 9:50 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാന് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കും. വെള്ളംകരി സ്കൂളുകളിലും അതേപോലെ തന്നെ ക്യാമ്പുള്ള സ്കൂളുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവിലുള്ളൊരു മെച്ചപ്പെട്ട അന്തരീക്ഷം ആയതുകൊണ്ടാണ് ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 2 തിങ്കളാഴ്ച രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. 9 മണിക്ക് നവാഗതരായ കുട്ടികളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും. മുഖ്യമന്ത്രിയും അതിഥികളും എത്തിക്കഴിയുമ്പോൾ പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം നടക്കും. കുട്ടികളോടൊപ്പം ഇരുന്നാകും മുഖ്യമന്ത്രിയും അതിഥികളും ദൃശ്യാവിഷ്കാരം ആസ്വദിക്കുക. പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, കൃഷിമന്ത്രി P പ്രസാദ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. KC വേണുഗോപാൽ MP, കൊടിക്കുന്നിൽ സുരേഷ് MP, ജില്ലയിൽ നിന്നുള്ള MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് ശേഷം 3000 പേർക്ക് സദ്യയും ഒരുക്കിയിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. ഇക്കൊല്ലത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം ചരിത്രമാകും. ഒരു വിദ്യാർത്ഥി എഴുതിയ ഗാനം പ്രവേശനോത്സവത്തിൻ്റെ ഗാനമാകുന്നത് ആദ്യമാണ്, ചരിത്രമാണ്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു.
അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ചരിത്രത്തിലാദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാവുകയാണ്. കൊട്ടാരക്കര താമരക്കുടി SBBHSSലെ വിദ്യാർത്ഥിനിയായ ഭദ്ര ഹരി എഴുതിയ ഗാനമാണ് ഇക്കൊല്ലം പ്രവേശനോത്സവ ഗാനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും. അനു തോമസ്, അലീന മേരി ഷിബു, ജെറിൻ ജോർജ് എന്നിവരും ഗാന ആലാപനത്തിൻ്റെ ഭാഗമായി. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് അരമണിക്കൂർ അധ്യയന സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനം. വർഷത്തിൽ 1200 മണിക്കൂറാക്കുന്നതിൻ്റെ ഭാഗമായാണ് ദിവസവും അരമണിക്കൂർ അധ്യയന സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ അരമണിക്കൂർ അധ്യയന സമയം വർദ്ധിപ്പിക്കും. ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വിദ്യാഭ്യാസാവകാശ നിയമപ്രകാരം നിർദ്ദേശിച്ച വർഷത്തിൽ 1200 മണിക്കൂർ തികയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രതിദിനം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് 6ാം പ്രവൃത്തി ദിനമില്ലാതെ വരുന്ന 6 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 204 അധ്യയന ദിനങ്ങൾ ഉറപ്പുവരുത്തും. 204 അധ്യയന ദിനങ്ങളും ഇവയിൽ വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നതിനും ചേർത്ത് 1200 മണിക്കൂർ തികയ്ക്കാനാണ് തീരുമാനം. 1 മുതൽ 4 വരെയുള്ള LP ക്ലാസുകൾക്ക് 800 മണിക്കൂർ അധ്യയനം മതിയെന്നതിനാൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കില്ല. എന്നാൽ 1000 മണിക്കൂറുകൾ വേണ്ട UP ക്ലാസുകൾക്ക് 6ാം പ്രവൃത്തി ദിനമായി വരാത്ത 2 ശനിയാഴ്ചകൾ കൂടി അധ്യയന ദിനമാക്കും. മന്ത്രി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗുണനിലവാര മേൽനോട്ട സമിതി വിദ്യാഭ്യാസ കലണ്ടറിന് രൂപം നൽകാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. നിലമ്പൂരിൽ ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കപ്പലപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ലെന്നും KC വേണുഗോപാൽ MP ആരോപിച്ചു. ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ UDF വളരെ കംഫർട്ടബിളായിട്ട് ജയിക്കും. അത് കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കാരണം ജനങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു ഇലക്ഷനായിട്ട് നിലമ്പൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFന് വളരെ കംഫർട്ടബിൾ മെജോറിറ്റി UDFന് കിട്ടും. ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടെ MLA ആവും. ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. ഇതിൽ സഹകരിക്കണം. ഈ ചിന്താഗതിയുള്ള കേരളത്തിലെ ജനങ്ങളെ പൊറുതിമുട്ടിപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് അതിനെതിരായിട്ടുള്ള മൂവ്മെന്റ് നടത്താൻ താല്പര്യമുള്ള ആർക്കും ഞങ്ങളോടൊപ്പം ചേരാം, സഹായിക്കണം. അൻവറിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായിട്ട് രംഗത്ത് വന്ന് സഹായിക്കുക. ജനങ്ങളുടെ ഇടയിൽ ഇത്ര ആശങ്കയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വറുതിയിലാണ്. 1000 രൂപയും ആകെ 1000 രൂപയും 6 കിലോ അരിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കപ്പല് തകർന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ദുരൂഹതകളുണ്ട്. കേരള സർക്കാർ ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ട് ഏറ്റവും കൂടിയ നഷ്ടപരിഹാരം വാങ്ങിച്ച് അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നൽകാൻ തയ്യാറാവണം. ഇങ്ങനെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്, കപ്പൽ ദുരന്തങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി നേതാക്കൾ അത് പറഞ്ഞു കഴിഞ്ഞ അതാ പറഞ്ഞത്. അക്കാര്യത്തിൽ എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല? ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ കപ്പൽ ഉടമകളിൽ നിന്നും വാങ്ങിച്ചിട്ട് അവർക്ക് ഇൻഷുറൻസ് കിട്ടുമായിരിക്കും. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തുകൊണ്ട് ക്ലെയിം ചെയ്യുന്നില്ല? എന്നിട്ടിപ്പം മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളോട്. മത്സ്യബന്ധനം പാടില്ല എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ കാറ്റ് വീശുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA. നിലമ്പൂരിൽ UDFന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്നും രമേശ് ചെന്നിത്തല MLA ആലപ്പുഴയിൽ പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDF വൻ വിജയം നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടത് 1700 വോട്ടുകൾക്ക് മാത്രമാണ്. അന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇടതുമുന്നണിക്ക് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ പരാജയപ്പെട്ട 1700 വോട്ടിനാണ്. ഇന്ന് കേരള ജനത ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിലും കേരളത്തിലും നിലനിൽക്കുന്നത് കൊണ്ട് UDFൻ്റെ ഭൂരിപക്ഷം 10 മടങ്ങ് വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് ഈ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്
UDF-ഉം LDF-ഉം തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. BJPക്ക് സ്ഥാനാർത്ഥി പോലും നിർത്താൻ താല്പര്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ആര് സ്ഥാനാർത്ഥി വന്നാലും ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ പ്രധാന വസ്തുത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരവസരം നിലമ്പൂരിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. മഴയ്ക്ക് ശമനമായെങ്കിലും വെള്ളക്കെട്ട് ദുരിതത്തിന് പരിഹാരമില്ല. കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ട് തുടരും. മഴ കുറഞ്ഞെങ്കിലും ദുരിതത്തിന് ശമനമില്ല. വീടുകൾ തകർന്നതും വെള്ളം കയറിയതും മൂലം കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിലായി 1053 കുടുംബങ്ങളിലെ 3700 പേർ ക്യാമ്പിലുണ്ട്. 39 ക്യാമ്പുകളാണ് ഉള്ളത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ പെയ്തിട്ടില്ലെങ്കിലും വെള്ളം ഇറങ്ങിയിട്ടില്ല. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിലാണ്. ഒട്ടേറെ പേർ ബന്ധുവീടുകളിലേക്ക് പോയി. ചേർത്തല താലൂക്കിലെ പട്ടണക്കാടും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കോനാട്ടുശ്ശേരിയിലെ 6 കുടുംബങ്ങൾക്കായി ക്യാമ്പ് തുറന്നു. ചേർത്തല മേഖലയിൽ 3000-ഓളം വീടുകൾ വെള്ളത്തിലാണ്. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ 2 പേർ കൂടി മരണപ്പെട്ടു. ചെറുവള്ളത്തിൽ മീൻ പിടിക്കുന്നതിനിടെ വള്ളം മറിഞ്ഞ് ഹരിപ്പാട് നഗരസഭ 11-ാം വാർഡ് ചക്കാട്ട് കിഴക്കേതിൽ സ്റ്റീവ് രാജേഷാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് പുറത്തുപോയ ശേഷം കാണാതായ ഭരണിക്കാവ് കട്ടച്ചിറ ചക്കാലയത്ത് കിഴക്കേതിൽ പത്മകുമാറിനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കുപ്പപ്പുറത്ത് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ മുഹമ്മദ് കായപ്പുറം പട്ടാണിവിളയിൽ PC രഞ്ജിത്തിനെ കണ്ടെത്താനായിട്ടില്ല. 622 വീടുകൾ ഭാഗികമായും 15 വീടുകൾ പൂർണ്ണമായും തകർന്നു. കുട്ടനാട് മേഖലയിൽ പല റോഡുകളിലും വെള്ളം കയറിയതോടെ ഗതാഗതവും മുടങ്ങി. നിർത്തിവെച്ച KSRTC സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. തോട്ടപ്പള്ളി പൊഴിമുഖത്തോടു കൂടിയുള്ള നീരൊഴുക്ക് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പൊഴിമുഖത്തിൻ്റെ വീതി 100 മീറ്ററിന് മുകളിലായി. നേരത്തെ ഇത് 25 മീറ്ററായിരുന്നു. 22 മണ്ണ് നീക്കിയ യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ജലസേചന വകുപ്പിൻ്റേത് കൂടാതെ IRE, KMML എന്നിവരുടെ യന്ത്രങ്ങളും എത്തിച്ചു. മന്ത്രി P. പ്രസാദ് വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനപ്രകാരമാണ് കൂടുതൽ യന്ത്രം എത്തിച്ചത്. ടൈം ന്യൂസ്, ആലപ്പുഴ. CPI സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഓർമ്മമരം നട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CK ചന്ദ്രപ്പൻ്റെ വയലാറിലെ വീട്ടിൽ ഓർമ്മമരം നട്ടുകൊണ്ട് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാതല ഓർമ്മമരം നടീൽ കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലാറിൽ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CK ചന്ദ്രപ്പൻ്റെ വസതിയിൽ പ്ലാവ് മരം നട്ടുകൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്നതിലെല്ലാം ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച ഉശിരാർന്ന പോരാട്ടങ്ങളുടെ മുമ്പിൽ പതറാതെ നിന്ന് നേതൃത്വം കൊടുത്ത സഖാവ് CK ചന്ദ്രപ്പൻ്റെ സ്മരണകൾ ഇരമ്പ് നിൽക്കുന്ന ഒരിടത്താണ് നമ്മളിപ്പോൾ ഒരു ഓർമ്മമരം നടാൻ തീരുമാനിച്ചിരിക്കുന്നത്. സഖാവ് CK ചന്ദ്രപ്പൻ സമാനതകളില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൻ്റെ രീതിയാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. പകരം വെക്കാൻ ആരെക്കൊണ്ടും പറ്റൂല. സഖാവ് CKയുടെ കാര്യത്തിൽ നമ്മൾ 1000 തവണ അതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ കാലവും ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ പ്രവർത്തകർക്കും എല്ലാ കാലവും ആവേശം പകർന്നു നൽകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. സഖാവ് CK ചന്ദ്രപ്പൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് AIYF-നുള്ള അങ്ങേയറ്റത്തെ ആ ഓർമ്മകളോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടും പ്രവർത്തനത്തോടുമുള്ള സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാമാണ്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NS ശിവപ്രസാദ്, മണ്ഡലം സെക്രട്ടറി MC സിദ്ധാർത്ഥൻ, സനൂപ് കുഞ്ഞുമോൻ, ബൈ രഞ്ജിത്ത്, PV ഗിരീഷ് കുമാർ, വിമൽ ജോസഫ്, KC ശ്യാം, സുദിൻ, സനമോൾ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിലാണ് CPI സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആര്യാട് A. ശിവരാജൻ്റെ വസതിയിൽ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസും കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാരാരിക്കുളത്ത് G. രാമക്കുറുപ്പിൻ്റെ വസതിയിൽ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് G. കൃഷ്ണപ്രസാദും ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടണക്കാട് ഫൈമി സദാശിവൻ്റെ വസതിയിൽ ജില്ലാ സെക്രട്ടറി ദീപ്തി അജയകുമാറും BKMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളത്ത് KD മോഹനൻ്റെ വസതിയിൽ ജില്ലാ സെക്രട്ടറി R. അനിൽകുമാറും AISF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ ചുടുകാട്ടിൽ സംസ്ഥാന സെക്രട്ടറി A. അദിനും ഉദ്ഘാടനം ചെയ്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം വർദ്ധിച്ചു വരുന്നതായി മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VM സുധീരൻ പറഞ്ഞു.
യുവതലമുറയെ മദ്യം കാർന്നു തിന്നുമ്പോഴും ബാറുകളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും വി.എം. സുധീരൻ പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് കേരളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നാടായി മാറിയിരിക്കുന്നു. മദ്യവ്യാപനം ഇത്രമാത്രം വലിയ തോതിൽ വന്നിട്ടുള്ളൊരു കാലം ഇതുപോലെ ഉണ്ടായിട്ടില്ല. 2016 കേരളത്തിൽ 29 ബാറുകൾ മാത്രമായിരുന്നത് ഇന്ന് 1000-ലേറെ ബാറുകൾ കടന്നിരിക്കുന്നു. ഇപ്പോൾ പുതിയ ബാറുകൾക്ക് അനുവാദം കൊടുക്കുന്നത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റുകളിൽ കാണിക്കാറില്ല. ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ലഹരി എന്ന് പറഞ്ഞാൽ അതിൽ മദ്യം പെടില്ലേ? പക്ഷേ ലഹരിക്കെതിരെ പറയുന്നവർ തന്ത്രപരമായി ചെയ്യുന്നത് എന്താണ്? മദ്യത്തെ ഒഴിവാക്കി മയക്കുമരുന്നിനെക്കുറിച്ച് മാത്രം പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു വലിയ കാപട്യമാണ് അത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. മദ്യവും ലഹരിയാണ്, മയക്കുമരുന്നും ലഹരിയാണ്, കഞ്ചാവും ലഹരിയാണ്, രാസലഹരി പദാർത്ഥങ്ങളും ലഹരിയാണ്. എല്ലാം വിപത്തുകളിലേക്കാണ്, മനുഷ്യരെ സർവനാശത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം കേരളത്തിൽ മദ്യ ഉപഭോഗം വർദ്ധിച്ചതായി മുൻ എം പി വി.എം. സുധീരൻ. മദ്യം തലമുറയെ കാർന്നു തിന്നുമ്പോഴും ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്ന നയമാണ്. 2016 വിൽപ്പനശാലകളുടെ എണ്ണം 26 ഇന്ന് 1000-ലേറെയായി. ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ മദ്യത്തെ ഒഴിവാക്കി മയക്കുമരുന്നിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇത് വലിയ ഇരട്ടത്താപ്പാണെന്നും സുധീരൻ പറഞ്ഞു. മുഹമ്മദ് കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ രജനി നീതി ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സുധീരൻ. മദ്യമില്ലെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമെന്നത് കോവിഡ് കാലത്തും ബോധ്യം വന്നതാണ്. ജനജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന മദ്യത്തെ ഒഴിവാക്കാൻ കഴിയുമെങ്കിലും അധികാരികൾ ജനത്തെ മറയാക്കുകയാണ്. ഒരു കുട്ടി പോലും ലഹരിക്ക് അടിമയാകാതിരിക്കാൻ സൗഹൃദവേദി പോലുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ടിറങ്ങണമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. സുധീർ രാഘവൻ തൈപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി.എൽ. ലക്ഷ്മി, വായനശാല പ്രസിഡന്റ് ടി. കുഞ്ഞുമോൻ, സി.ഡി. വിശ്വനാഥൻ, ആർ. വിനോദ്, ടി. വി. സന്തോഷ് തോട്ടുങ്കൽ, സുജിത്, അജീഷ്, സുഗാന്ധി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. SSLC പരീക്ഷയിൽ 100% വിജയം തിരിച്ചുപിടിച്ച ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. റിവാലുവേഷൻ റിസൾട്ട് വന്നതിനെ തുടർന്നാണ് തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട 100% വിജയം തിരിച്ചുപിടിച്ച ചേർത്തലയിലെ സർക്കാർ പെൺപള്ളിക്കൂടം നാടിന് മാതൃകയായത്. SSLC പരീക്ഷയിൽ 100% വിജയം തിരിച്ചുപിടിച്ച ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. റീവാലുവേഷൻ റിസൾട്ട് വന്നതോടെയാണ് തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട 100 മേനി തിരിച്ചുപിടിച്ച ചേർത്തലയിലെ സർക്കാർ പെൺപള്ളിക്കൂടം നാടിന് അഭിമാനമായത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 100% നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. ആകെ പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥിനികളിൽ ഒരാൾക്ക് വിജയിക്കാനായില്ല. റീവാലുവേഷൻ റിസൾട്ട് വന്നതോടെ ആ കുട്ടിയും വിജയിച്ചു. ഇതോടെ 100% തിരിച്ചുപിടിക്കുകയായിരുന്നു. തുടർച്ചയായി 10ാം തവണയും 100 മേനി വിജയം, നാടിനും അഭിമാനം. പെൺകരുത്തിൻ്റെ വിജയമെന്ന് പ്രഥമാധ്യാപിക എസ്. ബിന്ദു പറഞ്ഞു. പെൺകരുത്തിന്റെ വിജയമായിട്ട് തന്നെ പറയാം. നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനം, അതിന്റെ കൂടെ മുനിസിപ്പാലിറ്റി നമ്മളുടെ കൂട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നു. PTA എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ കൃത്യമായ പരിശീലനമാണ് കുട്ടികൾക്ക് കൊടുത്തത്. ആ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് ഞങ്ങളുടെ ഈ അതിമധുരം എന്ന് പറയാം. അതുപോലെ നമ്മൾ സെഞ്ച്വറിയിൽ full A+ സെഞ്ച്വറിയിൽ 103 മാറി. ഇപ്പോൾ 100 അത് 103 ആയി 100% വിജയവും കൈവച്ചു. നേരത്തെ 100 കുട്ടികൾക്കാണ് ഫുൾ A+ ലഭിച്ചത്. ഇവാലുവേഷൻ കഴിഞ്ഞപ്പോൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരുടെ എണ്ണം 103 ഉയർന്നു. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ രണ്ടാമത്തെ സ്കൂളാണ് ചേർത്തല ഗേൾസ്. വിജയത്തെ തുടർന്ന് സ്കൂളിൽ ആഹ്ലാദ പ്രകടനം. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയകുമാർ, കൗൺസിലർ A. അജി, പ്രഥമാധ്യാപിക എസ്. ബിന്ദു, പ്രിൻസിപ്പൽ ഹരികുമാർ, PTA പ്രസിഡന്റ് PT സതീശൻ, SMC ചെയർമാൻ മുരുകൻ, സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് കുമാർ, സീനിയർ അസിസ്റ്റന്റ് ഷാജി മഞ്ചരി തുടങ്ങിയവർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. H. സലാം MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. പുന്നപ്ര പറവൂരിലെ കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിന് സമീപത്തെ മാംഗല്യസൂത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു.
ചോദിച്ചു, ഇത്ര ശമ്പളം എത്ര ചോദിച്ചു, PDP എത്ര ശമ്പളം ചോദിച്ചു. അപ്പോൾ ഒരു 10 വർഷം, ലാസ്റ്റത്തിൽ 10 വർഷം കിട്ടിയൊരു വരുമാനം അതിനു മുമ്പ് ഒരിക്കലും സുരക്ഷ കിട്ടാൻ കഴിയില്ല. നിങ്ങൾ പല ജീവനക്കാരുടെയും വരുമാനം നോക്കിയിട്ട് ഈ പറഞ്ഞ മതിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ട് ഒരുപാട് തൊഴിലാളികൾ, ഇതെല്ലാം ഞങ്ങൾക്ക് നല്ലവണ്ണം എനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. അതിൽ മാനേജ്മെന്റ് ഭാഗമായി മുൻപൊക്കെയുണ്ടായ കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. വളരെ തുച്ഛമായ വരുമാനത്തിൽ ജോലി എടുക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് സ്ത്രീ തൊഴിലാളികളെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്ന പ്രശ്നം, ഇതെല്ലാം ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ ആ സമയത്തെല്ലാം കിട്ടുന്നൊരു പൈസയുടെ ഒരു വലിയ ഭാഗം വണ്ടിക്കൂലിക്ക് മാത്രമായി ഉപയോഗിക്കേണ്ടി വരികയും എന്നാൽ പിന്നെ ഈ പണി തന്നെ വേണ്ട എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ജീവനക്കാർ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു കാണാം. ഞാനിത് ഈ ദാരിദ്ര്യം ഞാൻ പറയുന്നത് ചോദിച്ചാൽ അങ്ങനെ ജോലിയിൽ തുറന്നു പോയവരാണ് ഞങ്ങൾ ഓരോ വ്യക്തികളെടുത്താൽ അങ്ങനെ തുറന്നു പോയവരാണ്. അത് മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലിയെടുത്ത് ഒരു വലിയ ശമ്പളം കൊണ്ട് സർക്കാർ സ്ഥാപനം ജോലിയെടുത്ത് മടങ്ങി പോകുന്നത് പോലെയല്ല ഞാൻ ഈ പറഞ്ഞ പ്രയാസങ്ങൾക്ക് നടുവിൽ ആ പ്രയാസം അനുഭവിക്കുമ്പോഴും ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു മെച്ചപ്പെട്ട ഒരു ഗവൺമെന്റ് ജീവനക്കാരെന്ന നിലയിൽ നിൽക്കുന്ന ഒരാളുടെ സർവീസ് പിരിയുമ്പോൾ നിങ്ങൾ ഈ സ്ഥാപനം മെച്ചപ്പെടുത്തിയവരാണെന്ന് പറയുന്ന ഒരു അർത്ഥത്തിലല്ല. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് സുരേഷ് അധ്യക്ഷനായി. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ എ ഓമനക്കുട്ടൻ, CITU ഏരിയ പ്രസിഡന്റ് VK ബൈജു, കൺസ്യൂമർ ഫെഡ് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് G വിനോദ്, വിദേശമധ്യ തൊഴിലാളി ഫെഡറേഷൻ INTUC സംസ്ഥാന സെക്രട്ടറി PP പ്രിയകുമാർ, കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം മിനിമോൾ, റീജിയണൽ മാനേജർ P സുനിൽ, സർവീസിൽ നിന്ന് വിരമിക്കുന്ന S സുരേഷ്, PJ ബീന, N ഷേർലി, B ശൈലമ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി A അജയകുമാർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. തണ്ണീർമുക്കം പഞ്ചായത്തിലെ വാർനാട് ഗവൺമെൻറ് LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 1 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ചേർത്തല MLA കൂടിയായ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തണ്ണീർമുക്കം പഞ്ചായത്ത് വാർനാട് ഗവൺമെൻറ് LP സ്കൂളിൽ 1 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന കർമ്മം ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചു. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രവീൺ G പണിക്കർ, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പ്രഥമാധ്യാപിക N ഉഷ, സ്കൂൾ ലീഡർ അതുൽ കൃഷ്ണ, PTA പ്രസിഡന്റ് പ്രശാന്ത്, MV സുധാകരൻ, ആനന്ദരാജ്, PR ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ്. 1983 SSLC ബാച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് 50 കസേരകൾ സ്കൂളിന് സമ്മാനിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ശ്രദ്ധേയമായി. പശ്ചാത്തല സൗകര്യങ്ങളുടെ പരിമിതിയും സ്കൂളിനോടുള്ള സ്നേഹവും പരിഗണിച്ചാണ് 83 ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 50 കസേരകൾ കൈമാറിയത്. അന്നത്തെ ക്ലാസ് ടീച്ചറായിരുന്ന സരസ്വതി അമ്മ ടീച്ചറുടെ സാന്നിധ്യത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ച കസേരകൾ കൈമാറിയത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എൻഡോമെന്റ് നൽകാനുള്ള തീരുമാനവും പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാധ ടീച്ചർ ആദ്യമായിട്ട് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഒരു എൻഡോമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന രാധ ടീച്ചറാണ്. ആ രാധ ടീച്ചർ സ്റ്റാർട്ട് ചെയ്ത എൻഡോമെന്റ് ഇപ്പോഴും സ്കൂളിൽ കൊടുക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ബിസിനസ് പറഞ്ഞത്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ വകയായിട്ട് 83 ഇവിടുന്ന് പഠിച്ചിരുന്ന കുട്ടികളുടെ വകയായിട്ട് ഒരു എൻഡോമെന്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ അതിനുവേണ്ട ഇടപാടുകൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത ഈ കൊടുക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ കൈകൊണ്ടുമാണ് അത് കൊടുക്കാൻ അപേക്ഷ. പ്രഥമാധ്യാപിക TS ജിഷ, PTA പ്രസിഡന്റ് SG രാജു, സ്റ്റാഫ് സെക്രട്ടറി റോസ് മേരി, PTA അംഗങ്ങൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നേതാക്കളായ ശ്യാംകുമാർ, സന്തോഷ്, സുരേഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. സരസ്വതി അമ്മ ടീച്ചറുടെ നേതൃത്വത്തിൽ ക്ലാസ് മുറികൾ സന്ദർശിച്ച് ഗതകാല സ്മരണകൾ അയവിറക്കി. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ജീവിതം നെയ്തെടുത്തവർ 42 വർഷത്തിനു ശേഷം അതേ ക്ലാസ് മുറിയിൽ അതേ ക്ലാസ് ടീച്ചറുടെ കുട്ടികളായി സംഗമിച്ച അപൂർവ നിമിഷങ്ങൾ. ഓർമ്മയിലെ ഒരുപാട് സംഭവങ്ങൾ പങ്കുവച്ചാണ് പഴയ കുട്ടികൾ മടങ്ങിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC, +2 പരീക്ഷകളിൽ ഇക്കൊല്ലവും സ്കൂൾ മികച്ച വിജയമാണ് കൈവരിച്ചത്. ടൈം ന്യൂസ്, ചേർത്തല. പൂച്ചാക്കൽ SNDP ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി വിതരണോദ്ഘാടനം നിർവഹിച്ചു.
പൂച്ചാക്കൽ SNDP യോഗം 544 നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജൂൺ 1 ഞായറാഴ്ച പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. 1957 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാഷ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു. ആ ബില്ലാണ് വിദ്യാഭ്യാസ ബില്ല്. ആ ബില്ലിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നിലവിലുണ്ട്. SNDP ശാഖ 544 അംഗങ്ങളുടെ 1 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ KL അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രജിത മുഖ്യാതിഥി ആയിരുന്നു. യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം ശ്യാംകുമാർ സ്വാഗതം ആശംസിച്ചു. വിവിധ കുടുംബ യൂണിറ്റ് കൺവീനർമാരായ P. സൂണൻ, NR സാജു, P. ദിലീപ്, G. പ്രസന്നൻ, പ്രജിത്ത്, ലീല ശശിധരൻ, അരുൺ മോഹനൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു. ടൈം ന്യൂസ്, തുറവൂർ. ചേർത്തല അവേഴ്സ് 13+ന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിലാണ് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത്. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കിഴക്ക് വശത്ത് വുഡ്ലാൻഡ്സിന് സമീപത്ത് പ്രവർത്തിക്കുന്ന അവേഴ്സ് 13+ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. അവന്റെ അച്ഛൻ എങ്ങനെയാണ് വേലയെടുത്ത് ഇത്രയും സാമ്പത്തികം കൊണ്ടുവരുന്നത് എന്ന് അവനും കൂടി അറിയണം. അവന്റെ അമ്മ എന്തും വേണ്ട കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അവനും കൂടി അറിയണം. ആ അറിവുകൾ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ലൊരു ലോകം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പോകുന്നതായിട്ട് സാറിനെ പറ്റിയൊക്കെ കൂടുതൽ ക്ലാസ്സുകൾ പറയും എടുക്കുകയൊക്കെ ചെയ്യും. ചേർത്തല SI S. സുരേഷ് കുമാർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഈ വായനാശീലം കുറഞ്ഞത് വലിയൊരു പ്രതിസന്ധിയാണ്. അങ്ങനെ വായനാശീലം വളർത്തിയെടുക്കുമ്പോഴാണ് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കാലാകാലങ്ങളായി തുടർന്നു വന്നിരുന്ന കാര്യങ്ങളിലൂടെ പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സ്വയം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് M. മുരുകൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ A. അജി, മുരളീധരൻ, RL മഹേഷ്, NR അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി B. ബിജു സ്വാഗതവും N. രാജു നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് ചീരപ്പൻചിറ സ്വാമി അയ്യപ്പൻ പഠനകളരിയിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ പരിപാടി ഒരുക്കിയത്. മുഹമ്മദ് ചീരപ്പൻചിറ സ്വാമി അയ്യപ്പൻ പഠനകളരിയിൽ ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സബ് ജഡ്ജും സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. കളരി പരിരക്ഷകൻ മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായി. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര ഉപദേശക സമിതി കൺവീനർ സതീശൻ അത്തിക്കാട, പത്മ ബാലസുബ്രഹ്മണ്യം, ലീഗൽ സർവീസസ് അതോറിറ്റി B. ബിന്ദുഭായ്, പ്രോഗ്രാം കോർഡിനേറ്റർ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആൽക്കഹോളിക് അനോണിമസ് ചേർത്തല അമൂല്യ ഗ്രൂപ്പിൻ്റെ 13ാമത് വാർഷികം നടന്നു. ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിലാണ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. ആൽക്കഹോളിക് അനോണിമസ് ചേർത്തല അമൂല്യ ഗ്രൂപ്പിൻ്റെ 13ാമത് വാർഷികം സംഘടിപ്പിച്ചു. ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിലാണ് വാർഷികം സംഘടിപ്പിച്ചത്. മദ്യപാനത്തിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന സംഘടന നടത്തിവരുന്നത്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൽക്കഹോളിക് അനോണിമസ് ചേർത്തല അമൂല്യ ഗ്രൂപ്പിൻ്റെ 13ാമത് വാർഷികം ചേർത്തല NSS കരയോഗം ഹാളിൽ നടന്നു. വെട്ടക്കൽ ആശുപത്രിയിലെ സൈക്കാട്രി വിഭാഗം ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ആത്മീയ രോഗബാധയ്ക്കുള്ള AA പരിഹാരം എന്ന വിഷയം ഉണ്ണി കുലുക്കല്ലു അവതരിപ്പിച്ചു. സംഘടനയിൽ ചേരുന്നവരുടെ പേരോ ചിത്രങ്ങളോ സമൂഹം അറിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആൽക്കഹോളിക് അനോണിമസ് നടത്തിവരുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല മുക്കോമ്പറമ്പ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം. കലശവാർഷികോത്സവ ചടങ്ങുകളും ഇതോടൊപ്പം ആരംഭിച്ചു. ജൂൺ 8 സമാപിക്കും.
ചേർത്തല മുക്കോമ്പറമ്പ് വെളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ 9ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിനിർഭരമായ തുടക്കം. കലശവാർഷിക ചടങ്ങുകളും ഇതോടൊപ്പം ആരംഭിച്ചു. ജയ തുളസീധരൻ തന്ത്രികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ സാജൻ പള്ളൂരത്തി, ശംഭു എന്ന് വിളിക്കുന്ന അരുൺ SS എന്നിവർ ചേർന്ന് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. നമുക്ക് ഉണ്ടാകുന്ന ചില ദുഃഖങ്ങളൊക്കെ ജീവിതത്തിലെല്ലാം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയിറക്കവും വെള്ളത്തിൽ കടലിൽ കാണും ഇല്ലേ? ആരോപണവും അവരോപണവും സംഗീതത്തിൽ ഉണ്ടാകും. ഉയർച്ചയും താഴ്ചയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വെളിച്ചവും വേണം, ഇരുട്ടും വേണം. ആൾക്കാർക്ക് വെളിച്ചമാണ് ഇഷ്ടം, വെളിച്ചമല്ലേ സുഖപ്രദം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇരുട്ടും ജീവിതത്തിൽ ഉണ്ടാകണം. ഇരുട്ട് ദുഃഖമാണ്. തിരുവിഴ പഞ്ചമനാണ് യജ്ഞാചാര്യൻ. 8-ാം തീയതി ഞായറാഴ്ച മൃത്യുഞ്ജയ ഹോമം, കലശാഭിഷേകം, പൂമൂടൽ തുടങ്ങിയ ചടങ്ങുകളോടെ സമാപിക്കും. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 10-നകം അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കപ്പലപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്നും KC വേണുഗോപാൽ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ കാറ്റടിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA. നിലമ്പൂരിൽ UDFന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്നും ചെന്നിത്തല. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് ദുരിതം തുടരുന്നു. കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ 10,000-കണക്കിന് ജനങ്ങൾ ദുരിതക്കയത്തിൽ. CPI സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഓർമ്മമരം നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഓർമ്മമരം നട്ടു. വയലാറിലെ CK ചന്ദ്രപ്പന്റെ വീട്ടിൽ കൃഷിമന്ത്രി P. പ്രസാദാണ് ഓർമ്മമരം നട്ടത്. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം കേരളത്തിൽ മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിച്ചതായി മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VM സുധീരൻ. മദ്യം തലമുറയെ കാർന്നു തിന്നുമ്പോഴും ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും സുധീരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.